ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങ അരച്ച മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഞാൻ കറി റെഡിയാക്കി എടുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും ഒരു പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളി കുറച്ച് സമയം 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പുളിവെള്ളം വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നാക്കി അരച്ചതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. ഇനി തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. തക്കാളി ഇപ്പോൾ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അധികമായി പോകണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പുളി നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കറിയിലേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി നല്ല കുറുകിയ കറിയാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സമയം പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കറിയിൽ. പുളിയില്ലെങ്കിൽ പുളിവെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 4 മിനിറ്റ് നമുക്കിങ്ങനെ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 4 മിനിറ്റിന് ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി നമ്മൾ ചെറിയ മീനുകൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്താണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കഷ്ണം മീൻ വെച്ച് ഈ ഒരു കറി റെഡിയാക്കുന്ന സമയത്ത് എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി കറി ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ടിയുള്ള വറവ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല കുറച്ച് അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നമ്മൾ ഉള്ളി എണ്ണയിൽ വറുക്കുന്നതിന് മുൻപായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കായിരുന്നു. ഞാൻ അത് മറന്നു പോയതാണ് കേട്ടോ, ഉലുവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തേങ്ങ അരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.